ബഹുമാന്യരെ, എൻ്റെ പേര് എസ് കെ ബിനുകുമാർ. തൃക്കുന്നമറകോട് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൂരം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി 18 വൈകുന്നേരം 6:30 കൊടിയേറി 27 രാവിലെ 9:30 തൃക്കൊടി ഇറങ്ങുന്നതോടുകൂടി സമാപിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തലൂരമ്മയുടെ തിരുനാളായ പൂരം തിരുനാൾ വളരെ ആഡംബരപൂർവമായി തലൂർ വാസികൾ ആഘോഷിക്കുകയാണ്. അല്പസമയം മുൻപ് പാണ്ടിത്തിട്ട 171 നമ്പർ ശ്രീ ശങ്കരവിലാസം NSS കരയോഗ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രൗഢഗംഭീരമായ ഉത്സവ ഘോഷയാത്ര ഏകദേശം 6:30 ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും അതിനുശേഷം തലൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലാദ്യമായി കുടമാറ്റം പൂരമഹോത്സവത്തിന്റെ ഭാഗമായി തീരുകയാണ്. 11 പരം ഗജവീരന്മാർ പങ്കെടുക്കുന്ന കുടമാറ്റം 6:30 ആരംഭിച്ച് രാത്രി 9:30 സമാപിക്കുകയും അതിനുശേഷം നാസുര കച്ചേരിയും അതിനുശേഷം പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻ പാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. നാളെ വൈകുന്നേരം 7 മണിക്ക് ട്രിവാൻഡ്രം വോയിസിന്റെ ഗാനമേളയും മറ്റന്നാൾ രാവിലെ 8:30 തൃക്കൊടി ഇറങ്ങി 11 മണിക്ക് ആരംഭിക്കുന്ന ആറാട്ട് സദ്യയോടുകൂടി ഈ വർഷത്തെ പൂരം തിരുനാൾ മഹോത്സവം സമാപിക്കുകയാണ്. നല്ലവരായ എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും തലൂരമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് ഈ വർഷത്തെ പൂരം തിരുനാൾ മഹോത്സവം വളരെ പ്രൗഢഗംഭീരമാക്കി തീർക്കുകയും അമ്മയുടെ അനുഗ്രഹ ആശംസകൾ ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് തൃക്കുന്നമറകോട് ദേവസ്വത്തിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് പ്രഭാകരൻ. തലവൂർ തൃക്കുന്നമറകോട് ദേവസ്വത്തിൻ്റെ മാനേജരാണ്. തലവൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ്. തലവൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂരം തിരുനാൾ മഹോത്സവം 18 തീയതി തൃക്കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് 9ാം ദിവസമായി ഇന്ന് തലവൂർ പൂരം ഭക്തിപുരസരം വളരെ സമുചിതമായി ഭക്തജനസഹസ്രങ്ങൾ വളരെ ആഘോഷത്തോടുകൂടി കൊണ്ടാടുകയാണ്. തലവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കൊല്ലം ജില്ലയിലെയും വളരെ പ്രശസ്തമായ അതിപുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് തലവൂർ തൃക്കുന്നമറോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം. തൃക്കുന്നമറോട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂരം തിരുനാൾ നൂറ്റാണ്ടുകളായി വളരെ ഗംഭീരമായി പ്രൗഢഗംഭീരമായിട്ടുള്ള നിരവധി പരിപാടികളോടുകൂടി നടത്തപ്പെട്ടു വരികയാണ്. എന്നാൽ വ്യത്യസ്തമായി ഈ വർഷം പൂരം തിരുനാൾ ആയ ഇന്ന് ഉത്സവ ഘോഷയാത്ര ദേവിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ കുടമാറ്റം നടക്കുന്നതാണ്. ഉത്സവ ഘോഷയാത്ര പാണ്ഡിത്തിട്ടയിൽ നിന്നും ആരംഭിച്ച് ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തുമ്പോൾ കുടമാറ്റം ഏകദേശം 11 പരം ഗജവീരന്മാർ പങ്കെടുക്കുന്ന കുടമാറ്റം ക്ഷേത്ര സന്നിധിയിൽ നടക്കും. അതുപോലെ നാളെ 10ാം ദിവസമായ ഉത്രം തിരുനാൾ വൈകുന്നേരത്തെ ക്ഷേത്ര സംബന്ധമായ പൊതു പരിപാടികൾക്ക് പുറമെ ഗാനമേള, 27ാം തീയതി രാവിലെ തൃക്കൊടിയേർക്ക് തിരുവാറാട്ട്, ആറാട്ട് സദ്യയോടുകൂടി ഈ വർഷത്തെ പൂരം തിരുനാൾ മഹോത്സവത്തിന് അവസാനിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും പ്രിയപ്പെട്ട നാട്ടുകാരും ദേവിയുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ചടങ്ങുകൾക്കെല്ലാം വളരെ എല്ലാവിധത്തിലുമുള്ള അവരുടെ സഹായ സഹകരണങ്ങൾ തൃക്കുന്നമറോട് ദേവസ്വത്തിന് വേണ്ടി ദേവിയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ പേരെയും കുടമാറ്റത്തിനും അതുപോലെ ഈ ഉത്സവ ഘോഷയാത്രയിലും രാത്രിയിൽ നടക്കുന്ന നാസുര കച്ചേരി, പ്രസിദ്ധ ചാലക്കുടിയുടെ ഗാനമേള തുടങ്ങിയ എല്ലാ പരിപാടികളിലേക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രദക്ഷിണ വഴി, നാലമ്പലം, വളരെ മനോഹരമായ ഗോപുരം ഒക്കെ ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു. അടുത്തതായിട്ട് ദേവിയുടെ നാലമ്പലം ചെമ്പോല പൊതിഞ്ഞ് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു തീരുമാനം, അത് ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി
ചെമ്പോല പൊതിഞ്ഞ് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ സാധിക്കുമെന്ന് ദേവസ്വം കരുതുന്നു. എല്ലാ ഭക്തജനങ്ങളും അവരവരാൽ കഴിയുന്ന ചെമ്പോല സമർപ്പിച്ച് ഈ പവിത്രമായ ചടങ്ങിൽ ഭാഗവാക്കാകണമെന്നും കലിയുഗത്തിൽ ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തികളിൽ പങ്കാളികളാകുന്നത് തീർച്ചയായും ഓരോ ഭക്തനെയും സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ അവരുടെ ഭാവി തലമുറയ്ക്കും ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാനുമുള്ള അവസരം കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും പ്രിയപ്പെട്ട നാട്ടുകാരും നാലമ്പലം ചെമ്പോല പൊതിയുന്നതുമായി ബന്ധപ്പെട്ട എല്ലാവിധമായ സഹായ സഹകരണങ്ങളും അവരവരാൽ കഴിയുന്ന പരമാവധി ചെമ്പോലകൾ സമർപ്പിച്ച് വളരെ മനോഹരമായ നാലമ്പലം നാടിനെ സമർപ്പിക്കാനുള്ള ദേവസ്വത്തിന്റെ തീരുമാനത്തിന് ഒരിക്കൽ കൂടി എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ തിരുവുത്സവമായിട്ട് ബന്ധപ്പെട്ട് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.